നമസ്കാരം. പലരുടെയും വീടുകളിൽ പല വിധത്തിലുള്ള മൃഗങ്ങളെ അഥവാ ജീവികളെ വളർത്തുന്നവരാണ്. അതിൽ പ്രധാനമായും പരാമർശിക്കുവാൻ സാധിക്കുന്നത് പൂച്ചകൾ തന്നെയാണ്. പൂച്ചകളുമായി ബന്ധപ്പെട്ട് ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഈ അധ്യായത്തിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം. നിങ്ങളുടെ വീട്ടിൽ പൂച്ച വരുന്നു എങ്കിൽ തീർച്ചയായും ഈ കാര്യങ്ങൾ അറിയേണ്ടതായിട്ടുണ്ട്. പൂച്ചയുമായി ബന്ധപ്പെട്ട ആ വിശേഷപ്പെട്ടതായ കാര്യങ്ങൾ ഇപ്രകാരമാകുന്നു. ഏവരും ഒരു നിമിഷം നിങ്ങൾ വിശ്വസിക്കുന്നതായ ശക്തിയുടെ നാമം കമൻ്റായി രേഖപ്പെടുത്തി വന്ദിക്കൂ. പൂച്ച ഒരു വീട്ടിലേക്ക് വന്ന് കയറുകയാണ് എങ്കിൽ പല കാര്യങ്ങളും പരാമർശിക്കുവാൻ സാധിക്കും. അതിൽ ഒന്നാണ് അത് ശുഭകരമാണ് എന്നുള്ള കാര്യമാണ്. പൂച്ച വീടുകളിൽ വന്ന് ചേരുന്നത് പോസിറ്റീവായ ഊർജത്തെ, ഈശ്വരാധീനത്തെ സൂചിപ്പിക്കുന്നു എന്ന് നിസ്സംശയം പറയാം. അതിനാൽ അതൊരു ശുഭ സൂചകം തന്നെയാണ്. പൂച്ച ഒരു വീട്ടിലേക്ക് കടന്ന് വരികയാണ് എങ്കിൽ ആ വീട്ടിലെ അംഗങ്ങൾക്ക് ശുഭകരമായ കാര്യങ്ങൾ സംഭവിക്കാവുന്നതാണ്. അത് അവരുടെ ജീവിതത്തിൽ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടാകാം. അതിലൊന്നാണ് വിവാഹം പോലുള്ള കാര്യങ്ങൾ. ആ കുടുംബത്തിലെ അംഗത്തിന് വിവാഹവുമായി ബന്ധപ്പെട്ട തടസ്സങ്ങളുണ്ട് എങ്കിൽ, അല്ലെങ്കിൽ അത്തരം ചില കാര്യങ്ങൾ ഒഴിഞ്ഞിരിക്കുന്നു, വിവാഹം നടക്കുവാൻ പോകുന്നു എന്ന സൂചനയാണ് ഒരു പുതിയ പൂച്ച വീട്ടിലേക്ക് വന്ന് കയറുന്നതിലൂടെ അർത്ഥമാക്കുവാൻ സാധിക്കുന്ന ഒന്ന്. എന്നാൽ ശുഭ നിറമുള്ള, അതായത് ഇളം നിറമുള്ള പൂച്ചകൾ വന്ന് കയറുകയാണ് എങ്കിൽ ആ വീട്ടിൽ ഒരു വിവാഹം പോലുള്ള മംഗളകരമായ കർമ്മം സംഭവിക്കാൻ പോകുന്നു. അത് ഉടനെ തന്നെ സംഭവിക്കും എന്ന സൂചന തന്നെയാണ് ഇതിലൂടെ അർത്ഥമാക്കുവാൻ സാധിക്കുക. എന്നാൽ ഗർഭിണിയായിട്ടുള്ള ഒരു പൂച്ചയാണ് വീട്ടിലേക്ക് കടന്നു വരുന്നത് എങ്കിൽ അത് ഏറ്റവും ശുഭകരമായി കണക്കാക്കുന്നു എന്നുള്ളതാണ് വാസ്തവം. കൂടാതെ ആ പൂച്ച നിങ്ങളുടെ വീട്ടിൽ കയറിയാണ് പ്രസവിക്കുന്നത് എങ്കിൽ ആ വീട്ടിൽ ഉടനെ മംഗളകരമായ കാര്യങ്ങൾ സംഭവിക്കും, അല്ലെങ്കിൽ ശുഭകാര്യങ്ങൾ സംഭവിക്കാം. ധനനേട്ടങ്ങളോ മറ്റ് സൗഭാഗ്യങ്ങളോ ആ വീടുകളിലേക്ക് വന്നു ചേരാം. അനുകൂല സാഹചര്യങ്ങൾ ജീവിതത്തിൽ വന്നു ചേരാം എന്നൊരു സൂചനയും ഇതിലൂടെ അർത്ഥമാക്കുവാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. അതായത് അതൊരു ശുഭ സൂചകമാണ് എന്ന് നിസ്സംശയം പറയാം. കൂടാതെ നിങ്ങൾ മനസ്സിലാക്കേണ്ടതായ കാര്യം, ഫെങ്ഷൂയി പ്രകാരം വീട്ടിൽ പൂച്ച ഉണ്ടാകുന്നത് ഏറ്റവും ശുഭകരമായാണ് കണക്കാക്കുന്നത്. പ്രത്യേകിച്ചും ഒരു വെളുത്ത പൂച്ചയെ വീട്ടിൽ വളർത്തുകയാണ് എങ്കിൽ, അല്ലെങ്കിൽ അപ്രതീക്ഷിതമായി നിങ്ങളുടെ വീടുകളിലേക്ക് ഇത്തരത്തിൽ ഒരു പൂച്ച കടന്ന് വരികയാണ് എങ്കിൽ ധനപരമായ നേട്ടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നു എന്ന വ്യക്തമായ സൂചനയായി തന്നെ അതിനെ പരാമർശിക്കുവാൻ സാധിക്കുന്നതാണ്. അല്ലെങ്കിൽ ധനപരമായ ഉയർച്ചയ്ക്ക് ഉത്തമമായി തന്നെ കണക്കാക്കുന്നു. വെളുത്ത പൂച്ചയെ അതിനാൽ വീടുകളിൽ വളർത്തുകയാണ് എങ്കിൽ ധനസ്ഥിതി ക്രമേണ വർദ്ധിക്കുകയോ പല കാര്യങ്ങളും അനുകൂലമായി തീരാവുന്ന സാഹചര്യം, ശുഭവാർത്തകൾ, സന്തോഷ നിമിഷങ്ങൾ ജീവിതത്തിലേക്ക് വന്ന് ചേരുവാനുള്ള സാധ്യതകൾ തുലോം കൂടുതലാണ് എന്ന് പറയാം. കൂടാതെ കറുത്ത പൂച്ച നിങ്ങളുടെ പാത മുറിച്ച് കടക്കുകയാണ് എങ്കിൽ അത് അശുഭകരമായി തന്നെ കണക്കാക്കുന്നു. പ്രത്യേകിച്ചും പൂച്ച ഇടത്തു നിന്നും വലത്തേക്ക് പാത മുറിച്ച് കടക്കുമ്പോൾ അത് നിങ്ങൾക്ക് ഒരു സൂചനയാണ് നൽകുന്നത്. പ്രധാനമായും നിങ്ങളുടെ ജീവിതത്തിൽ ചില ദോഷകാര്യങ്ങൾ സംഭവിക്കും, അല്ലെങ്കിൽ ചതി, ചില വിഷമകരമായ കാര്യങ്ങൾ സംഭവിക്കും. അതിനാൽ ശ്രദ്ധ പുലർത്തണം എന്ന സൂചനയായി തന്നെ അതിനെ പരാമർശിക്കുവാൻ സാധിക്കുന്നതാണ്. നിങ്ങളുടെ വീട്ടിൽ ഒരു പൂച്ച നിങ്ങൾ സൂക്ഷിച്ചിരിക്കുന്ന പാൽ അത് കട്ടുകുടിക്കുകയാണ് എങ്കിൽ അത് നിങ്ങൾക്ക് ധനനഷ്ടം വന്ന് ചേരാൻ പോകുന്നു എന്ന സൂചനയാണ് ഇതിലൂടെ അർത്ഥമാക്കുവാൻ സാധിക്കുക. അതായത് അതൊരു ശുഭ സൂചകമല്ല എന്നുള്ളതാണ്. എന്നാൽ പൂച്ച നിങ്ങളുടെ വീട്ടിലേക്ക് വരികയും നിങ്ങളുടെ വീടിൻ്റെ പ്രധാന വാതിലിൻ്റെ അടുത്തായി കിടക്കുകയാണ് എങ്കിൽ അതൊരു ശുഭ സൂചകമായി തന്നെ കണക്കാക്കുവാൻ സാധിക്കുന്നതാണ്.
ആ വീട്ടിലെ അംഗങ്ങൾക്ക് ചില ശുഭകാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്നു എന്ന സൂചനയായും ഇതിലൂടെ അർത്ഥമാക്കുവാൻ സാധിക്കും. കൂടാതെ പൂച്ചയുമായി ബന്ധപ്പെട്ട് പരാമർശിക്കുമ്പോൾ ഒരു പൂച്ച ഒരു വീട്ടിലേക്ക് കടന്നു വരണം എങ്കിൽ ആ വീട്ടിലെ അംഗങ്ങൾ തീർച്ചയായും ഈശ്വരാധീനം ഉള്ള വ്യക്തികൾ തന്നെയായിരിക്കും. അല്ലെങ്കിൽ നല്ല മനസ്സിന് ഉടമകളായ വ്യക്തികളുടെ വീടുകളിൽ പൂച്ചയുടെ സാന്നിധ്യം ധാരാളമായി ഉണ്ടാകുന്നതാണ്. അത്തരം വീടുകളിൽ ഒന്നിൽ കൂടുതൽ പൂച്ചകൾ പോലും ഉണ്ടാകുവാൻ സാധ്യത കൂടുതലാണ് എന്ന് പറയാം. മറ്റുള്ളവരെ സഹായിക്കുവാൻ ഒരു മനസ്ഥിതിയുള്ള വ്യക്തികളായിരിക്കും ഇവർ. മറ്റുള്ളവർക്ക് ആവശ്യമായ സഹായങ്ങൾ ചെയ്തു നൽകുവാൻ യാതൊരു വിധത്തിലും മടിയില്ലാത്ത വ്യക്തികളായി തന്നെ ഇവരെ പരാമർശിക്കുവാൻ സാധിക്കുന്നതാണ്. ഒന്നിൽ കൂടുതൽ സഹായം പല വ്യക്തികൾക്കായി ഇവർ നൽകിയിരിക്കുന്ന സാഹചര്യങ്ങളും പലപ്പോഴായി കാണുവാൻ സാധിക്കുന്നതാണ്. മറ്റുള്ളവരുടെ വിഷമം അത് തങ്ങളുടെ വിഷമമായി കണ്ട് അവരെ ചേർത്ത് നിർത്തുവാനും അവരുടെ ആവശ്യങ്ങൾ പരിഗണിക്കുവാനും പ്രത്യേകമായ മനസ്സുള്ള വ്യക്തികൾ കൂടിയായിരിക്കും ഇവർ. ചില കാര്യങ്ങൾ ഇവർക്ക് അവർ എതിരായി പ്രവർത്തിക്കുകയാണ് എങ്കിൽ വിഷമം തോന്നും എങ്കിൽ പോലും ആ വ്യക്തികൾ ഇവരോട് ആത്മാർത്ഥമായി ക്ഷമ ചോദിക്കുകയാണ് എങ്കിൽ തീർച്ചയായും ആ ക്ഷമ ഇവർ അംഗീകരിക്കും. അവരുടെ മനസ്സ് മനസ്സിലാക്കുവാൻ ഇവർക്ക് സാധിച്ചു എന്ന് വരുന്നതുമാണ്. പലപ്പോഴും മറ്റുള്ളവരെ അമിതമായി വിശ്വസിക്കുന്നവരായിരിക്കും ഇവർ. അല്ലെങ്കിൽ ഒരു വ്യക്തിയെ, അത് കുടുംബത്തിലെ അംഗമാകാം, അല്ലെങ്കിൽ ഇവർക്ക് വേണ്ടപ്പെട്ട സുഹൃത്തോ ബന്ധുവോ ആകാം. ഇത്തരത്തിൽ പല വ്യക്തികളെയും ഇവർ ആത്മാർത്ഥമായി വിശ്വസിക്കുകയും സ്നേഹിക്കുകയും ചെയ്തിട്ട് അവരിൽ നിന്നും തിരിച്ച് ഇവർ പ്രതീക്ഷിക്കുന്ന കാര്യങ്ങൾ ലഭിക്കാതിരിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടായി എന്ന് വരാം. അത്തരത്തിൽ ഉള്ള ശുദ്ധ മനസ്സുള്ള വ്യക്തികളുടെ വീടുകളിലും ധാരാളമായി പൂച്ചയെ കാണുവാനായി സാധിക്കും. എന്നാൽ പിന്നീട് ഇവർക്ക് ഇത്തരം അബദ്ധങ്ങൾ പിണയുവാനുള്ള സാധ്യത തുലോം കുറവായിരിക്കും എന്നും പറയാം. പൂച്ച വീടുകളിൽ വരുന്നു എങ്കിൽ ആ വീടുകളിലെ അംഗങ്ങൾക്ക് ഈശ്വരാധീനം വർദ്ധിച്ചിരിക്കുന്നു എന്ന വ്യക്തമായ സൂചന തന്നെയാണ് അർത്ഥമാക്കുവാൻ സാധിക്കുക. എന്നാൽ പൂച്ച ഒരു വീട്ടിലേക്ക് കടന്നു വരുമ്പോൾ ആ പൂച്ചയെ നിങ്ങൾ ഓടിച്ചു വിടുന്നത് ശുഭകരമല്ല. അവയെ ചിലർ ഉപദ്രവിക്കുന്നതാണ്. അത് വളരെ ദോഷകരമാണ് എന്ന് നിസ്സംശയം പറയാം. അത് നിങ്ങൾക്ക് തിരിച്ചടിയായി ജീവിതത്തിൽ വന്ന് ഭവിക്കുകയും ചെയ്യും. അതിനാൽ ഒരിക്കലും പൂച്ചയെ ഉപദ്രവിക്കാൻ പാടുള്ളതല്ല. അവയ്ക്ക് ആഹാരവും ജലവും നൽകുകയാണ് എങ്കിൽ അത് നിങ്ങൾക്ക് ശുഭകരമായ മാറ്റങ്ങൾ നൽകും. ഈശ്വരാധീനം വർദ്ധിക്കുന്നതിന് പോലും അത് കാരണമായി തീരും എന്നുകൂടി മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അതിനാൽ പൂച്ച നിങ്ങളുടെ വീടുകളിൽ വരുന്നു എങ്കിൽ തീർച്ചയായും ആ വീടുകളിൽ ഈ ശുഭകാര്യങ്ങൾ സംഭവിക്കും. ഇത് ദൈവം നൽകുന്ന ഒരു സൂചന തന്നെയായി പരാമർശിക്കാം. എന്നാൽ മനസ്സിലാക്കേണ്ടതായ കാര്യം, ഒരു പൂച്ച വീട്ടിൽ മരിച്ചു കിടക്കുന്നതായി കാണുകയാണ് എങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ പറമ്പിലാണ് എങ്കിലും ഇപ്രകാരം മരിച്ചു കിടക്കുന്നതായി കാണുകയാണ് എങ്കിൽ അത് ശുഭകരമല്ല എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. ആ വീടുകളിൽ ദോഷകരമായ ചില കാര്യങ്ങൾ, അപകടം പോലുള്ള കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്നു എന്നർത്ഥമാക്കാം. പല വഴികളിലൂടെയും നിങ്ങൾക്ക് അബദ്ധങ്ങൾ പിണയാം, അല്ലെങ്കിൽ പല വിധത്തിലും തിരിച്ചടികൾ സംഭവിക്കാം എന്ന സൂചനയാണ്. അതിനാൽ ശ്രദ്ധയോടെ നിങ്ങൾ നീങ്ങിയില്ല എങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് വളരെയധികം വിഷമങ്ങൾ, തിരിച്ചടികൾ ജീവിതത്തിൽ നേരിടേണ്ടതായി വരാം.